ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വെൽക്കം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് കൂടുവാൻ സാധിച്ചില്ല, എന്നാൽ ഈ ആഴ്ച കൂടുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ നമ്മുടെ 27ാമത്തെ സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 28ാമത്തെ സെഷൻ. ഞാൻ ഇനി റോങ് ആണോ അയച്ചത്? 28ാമത്തെ സെഷൻ 27ാമത്തെ അധ്യായം കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നത് തെറ്റിപ്പോയി, 28ാമത്തെ സെഷൻ 27ാമത്തെ അധ്യായം. ഹോപ്പ് ഇൻ ദ സ്റ്റോം. കൊടുങ്കാറ്റുകളുടെ ഇടയിൽ ദൈവം നമുക്ക് തരുന്ന പ്രത്യാശ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ട ആരെങ്കിലും ഇന്ന് രാവിലെ ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പലതുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. എന്നാൽ അതിനു മുമ്പായിട്ട് അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ സെഷൻ കാണത്തില്ല. ഇനി ഒരു ക്ലാസ്സും കൂടെ ഉള്ളൂ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികൾ. അത് അടുത്ത ആഴ്ചയാണ്. അടുത്ത ആഴ്ച ഞങ്ങളുടെ ടീം മുഴുവൻ പെരുമ്പാവൂരിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുകയാണ്. ഉണർവ് ലൈവ് ആൻഡ് കോൺസേർട്ട് ഉണ്ട്. അത് ബേസിക്കലി ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനും കൂടാണ് നടത്തുന്നത്. ഒരുപാട് യൗവനക്കാർ അതിന് വരും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓപ്പൺ സ്റ്റേഡിയത്തിലാണ്, പെരുമ്പാവൂർ മുനിസിപ്പൽ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിലാണ് നമ്മളിത് നടത്തുന്നത്. പെരുമ്പാവൂർ പ്രദേശത്ത് ഈ മദ്യവും മയക്കുമരുന്നും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെതിരെ നിൽക്കുവാൻ ചില യുവാക്കൾ തീരുമാനമെടുത്തു. ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ജേക്കബും ഓസ്റ്റിനുമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ജേക്കബൊക്കെയാണ് ഈ സൂം ക്ലാസ് തുടങ്ങാനുള്ള കാരണം. അവരാണ് ഇതിൻ്റെ ചുക്കാൻ വഹിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ബന്ധപ്പാട് അവരതിൻ്റെ പിന്നിൽ ഇടുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് കാലാവസ്ഥയ്ക്ക്. കാരണം ഇപ്പോൾ മഴ തുടങ്ങി. മഴ ഒന്ന് പെയ്താൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം ഫുൾ ഓപ്പണാണ് മുഴുവൻ. നമ്മുടെ എക്വിപ്മെൻറ്റും നമ്മളൊരു ഒരു വലിയ ടീമാണ് പോകുന്നത്. 10-40 പേരാണ് ടീം ഈ പ്രോഗ്രാം മാത്രം ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാ സഭക്കാരോടും ഒരുമിച്ച് വരികയാണ്. കർത്താവ് ആ പ്രദേശത്ത് ആത്മീയമായിട്ട് എന്തെങ്കിലും കാര്യമായ ഒന്ന് ചെയ്യണം. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഒരുപാട് കുഞ്ഞുങ്ങൾ, നമുക്കറിയാവുന്നവർ തന്നെ നഷ്ടപ്പെട്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ 18-ാം തീയതി വരെ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം 19-ാം തീയതി, അതായത് ഞങ്ങളുടെ കൊച്ചിയിലെ ഉണർവ് ടെൻറ്റ് ഇംഗ്ലീഷ് വേർഡ് ആൻഡ് വേർഷിപ്പ് കാണും. ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ അന്ന് 19-ാം തീയതി വരിക. 18-ാം തീയതി പെരുമ്പാവൂർ, 19-ാം തീയതി കൊച്ചി. പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വിഷയം ഇട്ടിരുന്നല്ലോ ഗ്രൂപ്പിൽ. നമ്മുടെ VBS നടക്കുകയാണ് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ. ബ്രദർ ഡേവിഡിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ VBS നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ ചില വില്ലേജസിൽ വളരെ ശക്തമായ ശുശ്രൂഷകൾ, അനേക കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അവിടെ പല സ്ഥലങ്ങൾക്കും നമുക്ക് ഒരു ഷെൽട്ടർ പോലും ഇല്ല. അവർ മീറ്റിംഗ് നടത്തുന്നത് ഇപ്പോൾ കാണുന്നത് പോലെ എന്താണ് ഞാൻ പറയുന്നത്, ഒരു തുറന്ന സ്ഥലത്താണ്. വെയില്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരുപാട് ചൂടുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ അസൗകര്യത്തിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ മുഖം ഒന്ന് നോക്കിയാൽ മനസ്സിലായി. ഒരൊറ്റ ആളും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നില്ലെന്നുള്ളതാണ്. അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അവർക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ വളരെ ചുരുക്കമേ കിട്ടത്തുള്ളൂ. കിട്ടുന്നത് അവർ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കവർ ചെയ്യേണ്ടതുണ്ട് അടുത്ത 2 മാസത്തിൽ. ഈ 3 പേരാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ അപ്ഡേറ്റ് തരാം. ഇപ്പോൾ ഗുജറാത്ത് അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. ഇനിയും പല സ്ഥലം, മഹാരാഷ്ട്രയും ഗുജറാത്തും കഴിഞ്ഞു. ഇനിയും പല സ്ഥലങ്ങളിൽ അവർക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അവസാനത്തെ ഭാഗമാണ്. നമുക്ക് ഒരു ചാപ്റ്ററോടെ കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ റോമിലേക്കുള്ള യാത്ര. പൗലോസ് സുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, കൃപയാലാണ് രക്ഷ എന്നുള്ളത് പ്രസംഗിച്ചതുകൊണ്ട്, യഹൂദന്മാരാലും അതിനുശേഷം റോമാക്കാരാലും അദ്ദേഹം ഒരുപാട് പ്രതിസന്ധി നേരിടാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു പ്രിസണറായിട്ട് റോമിലേക്ക് പോകുന്ന വഴിയിലാണ്. കൈസരിയിൽ നിന്ന് പോകുന്ന ആ ഒരു ജേണിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 27ാമത്തെ അധ്യായം. എന്നാൽ ഞാൻ ഈ മാപ്പ് പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ, പല പല പേരുകൾ നമ്മൾ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ മാപ്പ് പെട്ടെന്നൊന്ന് കാണിച്ചതേ ഉള്ളൂ. കൈസരിയിൽ നിന്നാണ് കപ്പൽ യാത്ര തുടങ്ങുന്നത്. സീതോനിൽ ഒരു ചെറിയ സ്റ്റോപ്പുണ്ട്. കുപ്രോസ് ദ്വീപ് വഴി പിന്നെ നമ്മൾ കാണുന്നത് മൈറ, പിന്നെ നിഡസ്, പിന്നെ ഫെയർ ഹേവൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് പിന്നെ
കാണുന്ന മെഡിറ്ററേനിയൻ സീയിലുള്ള യാത്രയാണ് മാൾട്ടായിലേക്ക് പോകുന്ന ആ യാത്ര. ഓക്കെ, പിന്നെ അവിടുന്ന് നേരെ ഇറ്റലി. അപ്പോൾ ഇസ്രയേലിൽ നിന്ന് ഇറ്റലിയിലുള്ള യാത്ര പോകുന്ന വഴി എന്ന് പറയുന്നത് കപ്പൽ മെഡിറ്ററേനിയൻ സീയിലൂടെ. കേട്ടോ, ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇനി നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കൈസരിയ, സീദോൻ, കുപ്രോസ് ദ്വീപ് വഴി, പിന്നെ ഫെയർ ഹേവൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തുന്നു. പിന്നെ അവിടുന്ന് മാൾട്ടയിലേക്ക് ഉള്ള യാത്ര. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി നമ്മുടെ ടെക്സ്റ്റിലേക്ക് നമുക്ക് കടക്കാം. വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചോളട്ടെ. നിങ്ങൾ വായിച്ചു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 27-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം. ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിയിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റ് ചില തടവുകാരെയും ഒഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു ആദ്രമുത്യ കപ്പലിൽ കയറി നീക്കി. തെസലോനിക്കയിൽ നിന്നുള്ള മക്കദോന്യക്കാരനായ അരിസ്തർഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിലെത്തി. യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമായപ്പോൾ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി കിലിക്കിയ പംഫുല്യ കടൽ വഴിയായി ചെന്ന് ലുക്കിയയിലെ മുറ പട്ടണത്തിൽ എത്തി. അവിടെ ശതാധിപൻ ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ട് ഞങ്ങളെ അതിൽ കയറ്റി. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി നീദോസ്, അത് നിങ്ങൾ കണ്ടല്ലോ, തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കായകയാൽ ക്രേത്വ ദ്വീപിന്റെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ക്രീറ്റ്, മറപറ്റി ഷൽമോനേക്ക് നേരെ ഓടി. കരപറ്റി പ്രയാസത്തോടെ ലസയ്യ പട്ടണത്തിന്റെ സമീപത്ത് ശുഭദ് മുഖം, അതാണ് ഫെയർ ഹേവൻസ് എന്നു പേരുള്ള സ്ഥലത്ത് എത്തി. ഓക്കെ, ഇപ്പൊ ഇത് യാത്ര തുടങ്ങിയാണ്. പൗലോസ് യാത്ര ജയകുമാർ ബ്രദർ ജോയിൻ ചെയ്തോ? ഓക്കെ ആണോ? തലവേദന ഓക്കെ ആണോ? മ്യൂട്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ, ശരി, പിന്നെ സംസാരിക്കാം. ഓക്കെ, ആട്ടെ, സന്തോഷം. അപ്പോൾ ഈ യാത്ര ഇങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ഞങ്ങൾ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ലൂക്കോസിന്റെ ഭാഷ മാറുകയാണ്. ഇതുവരെ കാര്യങ്ങൾ തേർഡ് പേഴ്സണിൽ നിന്ന് എഴുതിയിട്ട് പിന്നെ ഇപ്പോൾ എഴുതുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ലൂക്കോസ് ഇപ്പോൾ പൗലോസിനെ വീണ്ടും ജോയിൻ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൂടാതെ അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന ആ ദാസന്, അതായത് അരിസ്തർഹോസും ആരാണ് അരിസ്തർഹോസ്? നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, തെസലോനിക്കയിൽ നിന്ന് വന്ന മക്കദോന്യക്കാരൻ. അദ്ദേഹം ആദ്യം എഫെസോസിൽ വെച്ച് പിടിക്കപ്പെട്ടു. ജനസമൂഹം എല്ലാം അദ്ദേഹത്തെയും പിടിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു. ഈ അരിസ്തർഹോസും പൗലോസിനെ പോലെ തന്നെ നീറോ ചക്രവർത്തിയുടെ കീഴിൽ രക്തസാക്ഷിയായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല വിശ്വസ്തരായ ദാസന്മാരും പൗലോസിനുണ്ട്. ഇടയ്ക്കൊക്കെ ദേമാസിനെ പോലുള്ളവരൊക്കെ ഇട്ടേച്ച് പോയെങ്കിലും തീർച്ചയായിട്ടും പൗലോസിന്റെ കൂടെ അവസാനം മരണത്തോളം നിന്നവരും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. യൂലിയോസ് എന്ന് പറയുന്ന ശതാധിപനാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാരാഗ്രഹത്തിലുള്ള സകല പ്രിസണേഴ്സിൻ്റെയും ഇൻചാർജ്. അപ്പോൾ അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ പൗലോസിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായി. എന്നിട്ട് പൗലോസിനോട് സ്നേഹം കാണിച്ചതുകൊണ്ട് സീദോനിലെത്തിയപ്പോൾ അവിടെ സ്നേഹിതരെ കാണുവാൻ അനുവാദം കൊടുത്തു. സീദോനിലെത്തി അവർ കപ്പൽ മാറുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പൗലോസിന്റെ സ്നേഹിതന്മാരെ കാണുവാൻ അവസരം കൊടുത്തു. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കേണ്ട ചില പാഠങ്ങൾ. ഇങ്ങനെ 9 മുതൽ 12 വരെയുള്ള വാക്യം 27-ന്റെ ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. വാർണിംഗ് കൊടുക്കുകയാണ്. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാമൂലിയുടെയും കപ്പൽ ഉടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നീക്യ എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണം എന്ന്
മിക്ക പേരും ആലോചന പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പൗലോസ് ഒരുപാട് യാത്ര ചെയ്ത മനുഷ്യനാണ്. ഒരുപാട് യാത്ര ചെയ്ത ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ചില ആളുകളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ യാത്ര. ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ്, ഒരുപാട് യാത്ര. 3 കപ്പൽ ഛേദം, 3 ഷിപ്രെക്സിലൂടെ അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിന് ഈ കാലാവസ്ഥ കാണുമ്പോഴേ അറിയാം നല്ലതാണോ അല്ലയോ എന്ന്. അദ്ദേഹം ദൈവമനുഷ്യനായതുകൊണ്ടും വ്യക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തു, ഇനിയും വരുന്ന സമയത്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ സാധനങ്ങൾക്ക്, ചരക്കുകൾക്ക് മാത്രമല്ല പ്രാണന് പോലും ആപത്താണ്. പക്ഷെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഈ യൂലിയോസ് പൗലോസിനെ ഇഷ്ടമായെങ്കിലും ഈ പൗലോസ് പറഞ്ഞത് ഒരു വാക്ക് പോലും കേട്ടില്ല. കാരണം എന്നാ? മിക്ക പേരും പറഞ്ഞു നമുക്ക് പോയി കളയാം, നമുക്ക് ഫൊയ്നീക്കയിൽ എത്തണം, അതുകൊണ്ട് നമുക്ക് പോയി കളയാം. ലിസണിങ് ടു ദ മെജോറിറ്റി. ഇവിടെ ഞാൻ പ്രിയമുള്ളവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കൊരു പാഠം പഠിക്കേണ്ടതുണ്ട്. എന്താണ്? പലപ്പോഴും വിശ്വാസികളായ നമ്മൾ ഈ ഭൂരിപക്ഷം പറയുന്നത് കേൾക്കുവാൻ വേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നത്. ഭൂരിപക്ഷം, അവരോട് കൂടെ ചേരണം. ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഒരാൾ തീരുമാനിച്ചാൽ ഒരിക്കലും ഭൂരിപക്ഷത്തിന്റെ ഭാഗമാകാൻ ഒക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇഫ് യു ആർ എ ഫോളോവർ ഓഫ് ജീസസ്, യു കനോട്ട് ബി പാർട്ട് ഓഫ് ദ മെജോറിറ്റി. ഇതൊന്ന് മനസ്സിലാക്കി ഒന്ന് വെക്കാമോ? ഹൃദയത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാമോ? ഒരിക്കൽ പോലും നമുക്ക് ഭൂരിപക്ഷത്തിന്റെ ഭാഗമാകാൻ സാധ്യമല്ല നാം ക്രിസ്തുവിനെ പിന്തുടരുവാൻ സാധിച്ചാൽ. എന്നാൽ ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യു നീഡ് ടു എംബ്രേസ് ബീയിങ് ഡിസ്ലൈക്ഡ്. പലപ്പോഴും നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭൂരിപക്ഷം അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊരിക്കലും ശരിയാകത്തില്ല. The wrong doesn't become right. Evil does not become righteous. Nothing changes just because the majority has accepted it. എന്നാൽ ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത, ഭൂരിപക്ഷം അത് സമ്മതിക്കുന്നുവെങ്കിൽ, ഭൂരിപക്ഷം അതിന് അനുകൂലമെങ്കിൽ നമുക്ക് അതിനോട് കൂടെ ചേർന്ന് പോകാം. എന്നാൽ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്, മറന്നു പോകരുത്, ഭൂരിപക്ഷം എപ്പോഴും ശരിയാകണം എന്നില്ല. പലപ്പോഴും, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പലപ്പോഴും the majority is wrong as far as God's moral standards are concerned. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ, ഭൂരിപക്ഷത്തിന്റെ കൂടെ പോകുക. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചപ്പോൾ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ദൈവദാസദാസി, ഇന്ന് എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, മനുഷ്യനെ പ്രസാദിപ്പിച്ചതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അതൊന്ന് ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കുക. യു കനോട്ട് ബി ഫ്രണ്ട്സ് ഓഫ് മെൻ ആൻഡ് ഫ്രണ്ട്സ് ഓഫ് ഗോഡ് അറ്റ് ദ സെയിം ടൈം. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ ആകത്തില്ല. വളരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, ഈ മെജോറിറ്റിയുടെ കാര്യം നമുക്കൊന്ന് ചരിത്രത്തിലേക്ക് നോക്കാം. ഈ ഭൂരിപക്ഷം അല്ലയോ നോയെ കളിയാക്കിയത്? നോയ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് പറഞ്ഞ് കളിയാക്കി. പ്രസംഗിച്ച് 100 വർഷം, എന്തെങ്കിലും കേട്ടില്ല. അവസാനം നോയും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു, ഭൂരിപക്ഷവും വെള്ളത്തിനടിയിലായി. ഓക്കെ. രണ്ടാമത്, ഈ ഭൂരിഭാഗം അല്ലയോ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചത്? ഈ ഭൂരിപക്ഷം അല്ലേ പറഞ്ഞ കനാൻ ദേശത്തേക്ക് നമുക്ക് കടക്കാനൊക്കത്തില്ല, അവിടെ മല്ലന്മാരുണ്ട്, നമ്മൾ വെട്ടിക്കിളികളെ പോലെ, അന്ന് ഭൂരിപക്ഷം അല്ലേ പറഞ്ഞത്? ഈ ഭൂരിപക്ഷമുള്ളവരാരെങ്കിലും കനാൻ ദേശത്തേക്ക് കടന്നോ? ഇല്ല, അവർ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. പോയത് യോശുവയും കാലേബും, അവര് ന്യൂനപക്ഷമായിരുന്നു. ഈ ഭൂരിപക്ഷവും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം, ദൈവത്തെ രാജാവായി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞു. ഭൂരിപക്ഷത്തിന് ആ രാജാവിനെ അവരെടുത്തതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ദൈവം അവരെ തിരസ്കരിച്ചു. ഈ ഭൂരിപക്ഷമല്ലേ യേശുവിനെ കൊന്നത്? അപ്പോൾ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഒരിക്കലും ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അവരും നമ്പേഴ്സ് കൂടുതൽ. നമ്മൾ ഓഫീസിൽ നിൽക്കുമ്പോൾ അവരാണ് ഭൂരിപക്ഷം, ശരിയാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാർ അവരാണ് ഭൂരിപക്ഷം, ശരിയാണ്. ഭൂരിപക്ഷം പറഞ്ഞതുകൊണ്ട് തെറ്റ് ശരിയാകുന്നില്ല. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി തനിയെ നിൽക്കുവാൻ, ഈവൻ ഇഫ് യു ആർ എലോൺ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ അതിനോട് ചേർന്ന്, ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോട് ഒരു മനുഷ്യൻ ചേർന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭൂരിപക്ഷമായി. വിത്ത് ഗോഡ് വി ആർ എ മെജോറിറ്റി. അതുകൊണ്ടാണ് ഇനിയിപ്പം വലിയ ഗവൺമെന്റും നമുക്ക് അനുകൂലമായിട്ടുള്ളവരൊന്നും വന്നില്ലെങ്കിലും കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് മതി, അത് ഭൂരിപക്ഷം ആണ്. അതുകൊണ്ട് ഒരിക്കലും ഭൂരിപക്ഷമാണ് ശരി എന്ന് ചിന്തിക്കരുത് പ്രിയമുള്ളവരെ. ഇത് വലിയൊരു കെണിയാണ്.
മനുഷ്യഭയം ഒരു കെണിയാകുന്നു. പ്രോവേർബ്സ് 29:25. ഇന്ന് അനേകരും പ്രസംഗപീഠത്തിൻ്റെ മേൽ നിൽക്കുമ്പോൾ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയാനുള്ള ഗട്ട്സ് ഇല്ലാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, മനുഷ്യഭയം ഒരു കെണിയാകുന്നു. ഞാൻ ഒരു യൗവനക്കാരുടെ കോൺഫറൻസിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴേ യൗവനക്കാർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറയും. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ഇന്ന കാര്യം ശരിയല്ല. അപ്പോൾ അവർ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് ശരിയാകത്തില്ല, എന്തുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് ഇത് അനുവദിച്ചുകൂടാ? അപ്പം ഞാൻ പറഞ്ഞു, ദൈവവചനം അനുവദിക്കാത്ത കാലത്തോളം ആരൊക്കെ ഇനി ഏതൊക്കെ കമ്മിറ്റി തീരുമാനിച്ചാലും ഇത് ശരിയല്ല, ഇത് തെറ്റ് തന്നെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ ഈ കോൺഫറൻസിൽ ഇത്ര ശക്തമായിട്ട് ഇത് തെറ്റാണെന്ന് ആളുകൾ പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കൂടെ നിന്ന ലീഡേഴ്സ് എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്കും പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ചെറിയ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു, ഞങ്ങൾ പിന്നെ മിണ്ടാതിരിക്കുമായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മിണ്ടാതിരിക്കാൻ ഒരു ദൈവ പൈതലിന് സാധിക്കത്തില്ല. കാരണം എന്നാ, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യം വിളിച്ചു പറയാനുള്ള ബുദ്ധിമുട്ടിന്റെ കാരണം മനുഷ്യഭയം. ദ ഫിയർ ഓഫ് മാൻ ഇസ് എ സ്നേർ. ഈ മനുഷ്യഭയം, പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മളുണ്ട്, നാളെ ഈ മനുഷ്യർ നമ്മുടെ മുമ്പിലില്ല. ഈ മനുഷ്യനെ പേടിച്ചാണോ നമ്മുടെ ജീവിതവും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മൾ പറയാൻ പോകുന്നത്? അതുകൊണ്ടാണല്ലോ ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയക്കരുത്, ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുന്ന ദൈവത്തെ, കൊല്ലാൻ കഴിവുള്ള ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം. അതുകൊണ്ട് നമ്മൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഒറ്റ ചിന്ത എന്താണ്? കർത്താവിൻ്റെ സന്നിധിയിൽ, ബിഫോർ ഗോഡ്, മിനിസ്റ്ററിങ് അൺ ടു ഗോഡ്, ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായതൊന്നും നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല. നമുക്ക് മനുഷ്യഭയം ഒരു കെണിയായി മാറും. അതുകൊണ്ട് ഡോണ്ട് ലുക്ക് ഓർ ഡോണ്ട് വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദ മെജോറിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെ ഇവിടെ 2 കാര്യങ്ങൾ യേശു തമ്പുരാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. 2 കൂട്ടരെ കുറിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് പരീശന്മാരെ കുറിച്ച്. എന്താണ് പരീശന്മാരെ കുറിച്ച് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഈ മനുഷ്യര് തരുന്ന മാനത്തിന്റെ പുറകിൽ പോയാൽ ദൈവം പറയുന്നത് മനുഷ്യരോട് പറയാൻ സാധിക്കത്തില്ല. കാരണം എന്നാ, അവരുടെ ചെവികൾക്ക് കേൾക്കാൻ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവരോട് പറയണം. ശക്തമായതൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്നാ, മനുഷ്യരുടെ മാനം ഇന്നുണ്ട് പ്രിയമുള്ളവരെ, നാളെ ഇല്ല, മറക്കരുത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായം നമ്മൾ കണ്ടു, 29-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ ചില നിലപാടുകൾ മനുഷ്യരെ പേടിച്ച് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇന്ന് ആ മനുഷ്യഭയം നിങ്ങൾ കളയണം. അത് കെണിയാണ്. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇനി മനുഷ്യർ എന്ത് ചിന്തിച്ചു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, ദൈവസന്നിധിയിൽ ഞാൻ നേരോടെ നടക്കാൻ. സോ ഡോണ്ട് ഗോ വിത്ത് ദ മെജോറിറ്റി, ബിക്കോസ് ഓഫൺ, ഓൾ ദി ടൈം എന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ഓഫൺ മെജോറിറ്റി ഗെറ്റ്സ് ഇറ്റ് റോങ്. അത് മറക്കരുത്. ഓക്കെ, അതുകൊണ്ട് തനിയെ നിൽക്കാൻ പഠിക്കണം. ഇന്നലെ അയിരൂരിലായിരുന്നു ഞാൻ, ഇന്നലെയും മിനിഞ്ഞാന്നും പ്രസംഗിച്ചത്. എൻ്റെ സാറയുടെ പേരൻസ്, എൻ്റെ ഫാദർ ഇൻ ലോയും മദറും, അപ്പച്ചായും അമ്മയും, അവരാണ് ഇന്നലെ കൺവെൻഷന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നു, 74 വയസ്സും 70 വയസ്സുമുണ്ട്. അവർ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ആളുകളെ അയിരൂരിൻ്റെ പ്രദേശത്ത് കൂട്ടിവരുത്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രായമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രായം വിഷയമല്ല എന്നുള്ളത് എൻ്റെ അമ്മായപ്പനും അമ്മായിയമ്മയും എന്നെ കാണിച്ചു തന്നു. അവർ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു ഇന്നലത്തെ മീറ്റിംഗ്. ഞാൻ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ ഓർത്തില്ല അത്രയും പേര് വരുമെന്ന്, പക്ഷെങ്കിൽ വരും. അപ്പോൾ ഞാൻ ഇന്നലെ ആ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ വിഷയമാണ്, അബ്രഹാം ആ ദേശം തനിയെ വിട്ടു. ഹീ ലെഫ്റ്റ് ദാറ്റ് കൺട്രി അലോൺ. 2, നോവ പണിതപ്പം നോവ തനിയെയാണ് പണിതത്, കൂടുതൽ ആരുമില്ലായിരുന്നു. ദാനിയേല് ഇനിയും ബിംബത്തിന്റെ മുമ്പിൽ നമസ്കരിക്കത്തില്ല എന്ന് തീരുമാനിച്ചപ്പോൾ എഴുന്നേറ്റ് നേരെ നിന്നത് തനിയെയാണ്. നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഒരു ജനസമൂഹം, ഒരു സമുദ്രം മുഴുവൻ ബിംബത്തിന്റെ മുമ്പിൽ വണങ്ങുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ വടി പോലെ നിൽക്കുകയാണ്, തനിയെ. ക്രിസ്തുവിന്റെ പുറകിൽ പോകാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ തനിയെ നിൽക്കണം. ഈ പ്രവാചകന്മാരെല്ലാം തനിയെ നിന്നല്ലയോ പറഞ്ഞത്? ആരെങ്കിലും കേൾക്കാൻ തയ്യാറായിരുന്നു? പൗലോസ് തനിയെ കാരാഗ്രഹത്തിൽ കിടന്നു. യോഹനാൻ പത്മോസിന്റെ ദ്വീപിൽ തനിയെ അവിടെ ഏകാന്തതയിൽ നിന്നു. യേശു ക്രിസ്തുവോ തനിയെ നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് തനിയെ നിൽക്കാൻ നിങ്ങൾ ഭയപ്പെടരുത്.
തനിയെ നിൽക്കണമെങ്കിൽ നിൽക്കണം. കുടുംബത്തിൽ തനിയെ യേശു കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ നിൽക്കണം. ഒരു ഭോഷനാകണമെങ്കിൽ തനിയെ ഭോഷനാകണം. കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും നിൽക്കണം. പ്രിയമുള്ളവരെ, സ്തേഫാനോസ് തനിയെ അല്ലയോ കൊല്ലപ്പെട്ടത്? പക്ഷെ ഞാൻ അന്ന് പറഞ്ഞു, നമ്മൾ ആദ്യം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആരും നിന്നില്ല, കൂടെ നിന്നില്ലെങ്കിൽ എന്താ, യേശു കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നില്ലയോ? പ്രിയമുള്ളവരെ, അതാണ് നമുക്ക് വേണ്ടിയത്. കർത്താവിൻ്റെ അപ്ലോസ്, കർത്താവിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതിനുവേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മളെ സോ ഡോണ്ട് തിങ്ക് ഓഫ് ഓൾവേസ് വാണ്ടിങ് ടു ബി പാർട്ട് ഓഫ് ദ മെജോറിറ്റി. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകത, വി വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദ മെജോറിറ്റി. അങ്ങനെ ഒക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണെന്ന് യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞു. എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവനെല്ലാം ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയിലൂടെ സഞ്ചരിക്കണം, തനിയെ നിൽക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് വീണ്ടും തിരിയാം. ഇനിയും വരുവാനുള്ള ഭാഗം എന്ന് പറയുന്നത് കപ്പൽ ഛേദത്തെക്കുറിച്ചാണ്. ഞാൻ പെട്ടെന്ന് ഒന്ന് വായിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 13-ാമത്തെ വാക്യം. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അപ്പോൾ അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്ത് ദ്വീപിന്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞ് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറവെറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിട്ടമേൽ അകപ്പെടും എന്ന് പേടിച്ച് പായിറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുകൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. രക്ഷപ്പെടും എന്നുള്ള ആശയെല്ലാം അറ്റുപോയി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കൊടുങ്കാറ്റടിച്ചു, നക്ഷത്രങ്ങൾ കണ്ടിട്ടില്ല, വെളിച്ചം കാണാൻ സാധിക്കുന്നില്ല, ആശ നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നിങ്ങൾക്കുള്ള ദൂതാണ്. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എൻ്റെ വാക്ക് അനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാഞ്ഞത് ഇരിക്കുക. എന്നിട്ട് പറയുന്നു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കൊടുങ്കാറ്റടിക്കാൻ പോകുകയാണ്. അപ്പോൾ പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടരുത്, കാരണം നാശം സംഭവിക്കാൻ പോകുകയാണ്. കപ്പലിന് മാത്രമല്ല, പ്രാണന് പോലും നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ആപത്താണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ അവർ പറഞ്ഞ എന്താണ്, ഭൂരിഭാഗത്തിന്റെ കൂടെ നമുക്ക് പോകാം. അതുകൊണ്ട് യൂലിയോസും പറഞ്ഞ് നമുക്ക് ഭൂരിഭാഗത്തിനുണ്ട്. അപ്പൊ പൗലോസ് തനിയെ ഒറ്റപ്പെട്ടു. പൗലോസ് പറഞ്ഞത് ആരും കേട്ടില്ല. അവര് പൗലോസിന്റെ വാക്കിന്റെ എതിരെ പുറപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ചെറിയ കാറ്റടിക്കുന്നു, ഒരു തെക്കൻ കാറ്റ് മന്ദമായി അടിക്കുന്നു. തെക്കൻ കാറ്റ് മന്ദമായി അടിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ ഓർത്തു, ഓ, കറക്റ്റ് ടൈമിംഗ് ആണല്ലോ, ഇനി ഇപ്പം നമുക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട, നമുക്ക് പുറപ്പെട്ട് കളഞ്ഞേക്കാം. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ പ്രമാണത്തിനും ദൈവഹിതത്തിനും വിരോധമായി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പലപ്പോഴും ചില തെക്കൻ കാറ്റുകൾ അടിക്കും. ഈ തെക്കൻ കാറ്റിൻ്റെ പ്രത്യേകത നമുക്ക് ഭയങ്കര അനുകൂലമാണെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അയ്യോ, ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കി വാതിൽ തുറന്നു തന്നു. തെക്കൻ കാറ്റായിരിക്കും കേട്ടോ, തെക്കൻ കാറ്റായിരിക്കും. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു വാതിൽ അങ്ങ് തുറന്നു കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ആ വാതിലിലൂടെ അങ്ങ് പോയി. തെക്കൻ കാറ്റായിരിക്കും, മറന്നു പോകരുത്. അതുകൊണ്ട് ഈ തെക്കൻ കാറ്റ് മന്ദമായി അടിക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാം ദൈവഹിതമാണെന്ന് ചിന്തിക്കരുത്. വിസ സ്റ്റാമ്പ് അടിച്ച് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവഹിതമാണെന്ന് ചിന്തിക്കരുത്. കല്യാണാലോചനയ്ക്ക് അവർ ഭയങ്കര സന്തോഷം കാണിച്ചു എന്ന് പറഞ്ഞ് അതാണ് ദൈവഹിതം എന്ന് ചിന്തിക്കരുത്. സകലതും അനുകൂലമായി വന്നു, എനിക്ക് ഉദ്ദേശിച്ച ജോലിയും കിട്ടി, അതിൻ്റെ പ്രൊമോഷനും കിട്ടി, നല്ല അത് അനുകൂലമായതുകൊണ്ട് ദൈവഹിതമാണെന്ന് ചിന്തിക്കരുത്. കാരണം ചിലപ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി പോകുമ്പോഴും ചില തെക്കൻ കാറ്റടിക്കും. അപ്പം നമ്മൾ ചിന്തിക്കും ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് ആകണം എന്നില്ല. ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കണം. ഓക്കെ. എന്നാൽ ഈ തെക്കൻ കാറ്റടിച്ച് മന്ദമായി ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈശാനമൂലനടിച്ചു. അപ്പോൾ പൗലോസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇതല്ലയോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതല്ലയോ ഞാൻ നിങ്ങളോട് പറയുന്നത്.
അപ്പോൾ ഇനിയും കപ്പലിന്റെ നായകൻ ഇനി സൈഡിലേക്ക് പോവുകയാണ്. ഇനിയും പൗലോസാണ് കപ്പൽ നിയന്ത്രിക്കാൻ പോകുന്നത്. എന്നിട്ട് ഒരുപാട് നാളുകളായി ആ ആ കൊടുങ്കാറ്റിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ അനേക നാള് ആശ എല്ലാം നഷ്ടപ്പെട്ട അനുഭവം. പ്രിയമുള്ളവരെ, ശത്രുവിൻ്റെ ഒരു വലിയ ഉപാധിയാണ് ഈ പ്രത്യാശ നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ഏറ്റവും എളുപ്പവിധം അവൻ്റെ ഉള്ളിലുള്ള പ്രത്യാശ, അവൻ്റെ ഹോപ്പ് എടുത്ത് മാറ്റുക. ഈ ഹോപ്പിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തീർക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇന്ന് യുവാക്കൾ എന്തുകൊണ്ട് അവരുടെ ജീവിതം എടുക്കുന്നത്? അവരോട് ഒറ്റ ഇതേ ഉള്ളൂ, എനിക്കിനി മുന്നോട്ട് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് യാതൊരു ഹോപ്പും ഇല്ല, ഐ എം ഹോപ്പ്ലെസ്. കുടുംബത്തെക്കുറിച്ച് ഹോപ്പ് നഷ്ടപ്പെട്ടു, ഭാവിയെക്കുറിച്ച് ഹോപ്പ് നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഹോപ്പ് നഷ്ടപ്പെട്ടു, ജീവിതത്തിൻ്റെ കരിയറിനെ കുറിച്ച് ഹോപ്പ് നഷ്ടപ്പെട്ടു, ശുശ്രൂഷയെക്കുറിച്ച് ഹോപ്പ് നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, അങ്ങനെ ആരെങ്കിലും ഇന്ന് രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, യേശു കർത്താവിൻ്റെ ഒരു നാമമാണ്, അവൻ പ്രത്യാശ നൽകുന്നവനാണ്. ഹി ഗിവ്സ് ഹോപ്പ് ടു ദ ഹോപ്പ്ലെസ്. ജീവിതം താറുമാറായി, ജീവിതം മുഴുവൻ തകർന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പ്രത്യാശ നൽകുന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് നിങ്ങളുടെ ഹോപ്പ് നഷ്ടപ്പെടുത്തരുത്. ഹോപ്പ് നഷ്ടപ്പെട്ടാൽ സകലവും നഷ്ടപ്പെടും. എന്നിട്ട് പൗലോസ് എഴുന്നേറ്റിട്ട് പറയുന്നു, നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ല. അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അവരെ കുറ്റം പറയാൻ മാത്രമല്ല, അവരെ ഇങ്ങനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നിട്ട് എൻകറേജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇവിടെ 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ. ഹൗ ഡു വി ഫൈൻഡ് ഹോപ്പ് ഇൻ ടൈംസ് ഓഫ് ഹോപ്പ്ലെസ്നെസ്? ഇങ്ങനെ പൗലോസ് ഇപ്രകാരം പറയുന്നു, 23-ാമത്തെ വാക്യം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഇവിടെ 2-3 പ്രിൻസിപ്പിൾസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ആശയെല്ലാം നഷ്ടപ്പെടുമ്പോൾ ആദ്യം പൗലോസ് ചെയ്യുന്നത് പ്രത്യാശയുടെ വാക്കുകൾ അവരെ ഉറപ്പിക്കുകയാണ്. മനസ്സിലായോ? പ്രത്യാശയുടെ പദം. പ്രിയമുള്ളവരെ, ഒരു പക്ഷെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതർ അവരുടെ ആശ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം പ്രത്യാശകളുടെ വാക്കുകൾ അവരോട് പറയുക. ആദ്യം പൗലോസ് പറയുന്നുണ്ട്, എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവരോട് പറയാണ്, നിങ്ങൾ ധൈര്യപ്പെടുക, നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ചിലപ്പോൾ ഒരു വാക്കാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്, അല്ലയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാം, ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ ക്ഷീണിച്ച് ഞാൻ തളർന്നു പോയിട്ടുള്ള അവസരങ്ങളിൽ, ഞാൻ ചിലപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുമ്പോഴായിരിക്കും ഒരു സ്നേഹിതൻ്റെ മെസ്സേജ് എനിക്ക് വരുന്നത്. ആ ഒരൊറ്റ മെസ്സേജിലൂടെ എന്തുമാത്രം പ്രത്യാശ ലഭിക്കുമെന്നറിയോ? ചിലപ്പോൾ ആ സമയത്തായിരിക്കും ദൈവം പറയുന്നത് തന്നോട്, ഇങ്ങനൊരു വാക്യം അല്ലെങ്കിൽ ഇങ്ങനൊരു വാക്ക് ചെറിയോട് പറയണം. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ പിറ്റേ ദിവസത്തെ ശുശ്രൂഷയിൽ പിന്നെയും തീക്ഷ്ണതയോടെ പോകാൻ പറ്റും. എന്നാൽ ചിലരുടെ അടുക്കൽ നമ്മൾ പോയാൽ നമ്മുടെ ഉള്ള ശുശ്രൂഷയും കൂടെ നഷ്ടപ്പെടും. നിങ്ങൾക്കറിയാവോ, ചിലരുടെ അടുക്കൽ പോകണം, നമ്മൾ മീറ്റിംഗ് നടത്താൻ പോകുമ്പോൾ തുടങ്ങുമ്പോഴേ പറയും, ഓ ഇന്ന് ആളൊന്നും വരത്തില്ല കേട്ടോ. ഇത് കേൾക്കുമ്പോഴേ അവൻ്റെ കാര്യം തീർന്നു, പിന്നെ വല്ലതും പ്രസംഗിക്കാൻ പറ്റൂ? ഇങ്ങനെ ചിലരുടെ കൂട്ടത്തിൽ കൂടിയാൽ തന്നെ നമ്മുടെ സകല പരിപാടിയും നമുക്ക് പോകും. അങ്ങനെയുള്ള ഒരാളാകരുത് നമ്മളാകരുത്. നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രത്യാശ നൽകുന്നവരായിരിക്കണം. അപ്പോൾ പൗലോസ് ആദ്യം ചെയ്യുന്നത് അവർക്ക് പ്രത്യാശ. 2, എവിടാണ് പ്രത്യാശ കാണുന്നത്? ഈ ശുഭാപ്തി വിശ്വാസമല്ല, പിന്നെയോ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞത് എന്താ? ഭയപ്പെടരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ പ്രത്യാശ കാണുന്നത്. എവിടാണ് നമ്മുടെ എൻകറേജ്മെന്റ്? എല്ലാം നന്നാകും, എല്ലാം പോകുമെന്ന് പറഞ്ഞ ശുഭാപ്തി വിശ്വാസമല്ല, പിന്നെയോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവൻ്റെ പ്രത്യാശ എന്ന് പറയുന്ന ദൈവവചനത്തിലാണ്. സങ്കീർത്തനങ്ങളൊന്ന് വായിച്ചാൽ മതി പ്രിയമുള്ളവരെ. എപ്പോഴെങ്കിലും ഡൗൺ ആൻഡ് ഔട്ട് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡൗൺ ആൻഡ് ഔട്ട് ആയിട്ടുള്ള പാർട്ടിയാണ് നമ്മുടെ ദാവീദ് നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോയതുപോലെ സങ്കീർത്തനം 40 മുതൽ അങ്ങോട്ട് വായിച്ചാൽ 40, അതായത് 41, 42, 43, 44, 40 ഒന്ന് വായിച്ചാൽ മതി.
സ്പ്രിങ് പോലെ എഴുന്നേറ്റ് പോകും. സ്പ്രിങ് പോലെ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. സങ്കീർത്തനങ്ങൾ അങ്ങോട്ട് വായിക്കണം. അപ്പോൾ ആദ്യം ദാവീദിന്റെ പ്രയാസവും വിമിഷ്ടവും ഒക്കെ കേൾക്കാം കേട്ടോ. കർത്താവേ, എന്നെ ഇട്ട് ഓടിക്കുന്നു, എനിക്ക് പ്രാവിന്റെ ചിറക് തരണം, എനിക്ക് അത് തരണം, എന്നെ വൈരികൾ എന്നെ ചുറ്റും നിൽക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടു, എങ്കിലും കർത്താവേ നിന്നിലല്ലോ എൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞ് ദാവീദ് തന്നെത്താൻ അങ്ങോട്ട് ധൈര്യപ്പെടുത്തുന്നത് കാണുമ്പോൾ ആ വചനത്തിൽ നമുക്ക് ഉറയ്ക്കാം. വി ക്യാൻ ഫൈൻഡ് എൻകറേജ്മെന്റ് ഇൻ ഗോഡ്സ് വേർഡ്. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കേണ്ടത്. ഈ മനുഷ്യന്റെ ഈ ഈ ഈ മാനസിക അവസ്ഥയിൽ ഈ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഭയങ്കര ഒരു ബാലൻസ് ഉണ്ട്. കാരണം എന്നാ, അവൻ്റെ ഫീലിങ്സിലല്ല, പിന്നെയോ ദൈവവചനത്തിലാണ് അവൻ്റെ ഉറപ്പ്. അപ്പോൾ അവിടെ നല്ല ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് എൻകറേജ്മെന്റ് ഇൻ ഗോഡ്സ് വേർഡ്. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് വായിക്കുമ്പോൾ 27-ാമത്തെ വാക്യം, 14-ാമത്തെ രാത്രി. അപ്പോൾ 2 ആഴ്ചയായിട്ട് ഒന്ന് ഓർത്ത് നോക്കിയ പ്രിയമുള്ളവർ, ആടിയും ഒലഞ്ഞും കൊടുങ്കാറ്റും അടിച്ച് 2 ആഴ്ച, ഒരു രാത്രി അല്ല 2 ആഴ്ച. ഞങ്ങൾ ആദ്രിയ കടലിൽ അലയും നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നത് എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയം ഇട്ട് 20 മാറെന്ന് കണ്ട് കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ട് 15 മറ്റൊന്ന് കണ്ടു. പാറ സ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരം ഇട്ടു. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്തുനിന്ന് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയറ് അറുത്ത് അത് വീഴ്ച കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല, നിശ്ചയം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ടു. വെളിച്ചമായപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരതിൽ നിന്ന് രക്ഷപ്പെട്ടെന്നുള്ളതാണ് 44-ാമത്തെ വാക്യം വരെ. ഓക്കെ, അപ്പോൾ ഷിപ്രക്ക് നടന്നു. അപ്പോൾ 3-ാമത്തെ സ്റ്റെപ്പ് എന്താണ്? 3-ാമത്തെ സ്റ്റെപ്പ് ഈ ആശയെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവിടെ പൗലോസ് പറയാണ്, നിങ്ങളൊന്ന് എഴുന്നേറ്റ് കഴിക്കാമോ, വല്ലതും ഒന്ന് കഴിക്കുക. 2 ആഴ്ചയായി അവർ ഉപവാസവും പ്രാർത്ഥനയാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വല്ലതും എഴുന്നേറ്റ് കഴിക്കും. ഈ ഭക്ഷണത്തിന് നമ്മുടെ മനസ്സിനെ എൻകറേജ് ചെയ്യാൻ നല്ല ശക്തിയുണ്ട് കേട്ടോ. ഒരുപാട് ഭക്ഷണപ്രിയരായി ഗ്ലട്ടണിയിലേക്ക് പോകാനല്ല, പക്ഷെങ്കിൽ ചില സമയത്ത് നല്ല ഒരു മീല്, നല്ലൊരു ഊണ് കഴിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ഗോഡ് മാത്രമല്ല, ഹീസ് എ ഗോഡ് ഓഫ് ദ നാച്ചുറൽ ഓൾസോ. നമ്മളെപ്പോഴും എല്ലാം അങ്ങ് സൂപ്പർ നാച്ചുറലാണ്. ചിലപ്പോൾ ആ കൂടെ ചെയ്യേണ്ടതെന്ന് പറയും, മനസ്സെല്ലാം തകർന്നിരിക്കുമ്പോൾ 2 പേരെ വിളിച്ചിട്ട് കോഫി കുടിക്കാൻ പോകണം. ഞാൻ പറയുന്നത് കേൾക്ക്, പ്രാക്ടിക്കൽ ഉദാഹരണം ഞാൻ പറയാം. യേശു കർത്താവ് ശിഷ്യന്മാരെ കാണുമ്പോഴൊക്കെ എന്തോ പറയുന്നത്, നിങ്ങൾ കഴിക്ക്, കനലിന്മേൽ ചുട്ട മീന് നിങ്ങൾ വല്ലതും, കുഞ്ഞുങ്ങളെ നിങ്ങൾ വല്ലതും കഴിച്ചോ? പുനരുദ്ധാനം കഴിഞ്ഞിട്ട് വന്ന കർത്താവാ ഇവരോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ വല്ലതും കഴിച്ചു? ഭീതിപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാരോട് നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇസബേൽ എന്നെ കൊല്ലുമെന്ന് വിചാരിച്ച് ഓടി ക്ഷീണിച്ച് മരത്തിന്റെ കീഴിൽ കിടക്കുന്ന ഏലിയാവിനോട് എന്താണ് ദൂതൻ പറയുന്നത്? എഴുന്നേറ്റ് കഴിക്കുക മാത്രമല്ല, പിന്നെയും എഴുന്നേറ്റ്, ഉറങ്ങി കഴിഞ്ഞ് പിന്നെയും പറയാം, ഇനി എഴുന്നേറ്റ് കഴിക്കുക. അപ്പോൾ ഈ കഴിക്കുന്നതിൽ ഒരു വലിയ ഒരു സാന്ത്വനമുണ്ട്, മനസ്സിലായോ? അപ്പോൾ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ നാച്ചുറൽ. അതുകൊണ്ടാണ് ദാവീദ് എഴുന്നേറ്റ് കുളിച്ച് തൻ്റെ മുടിയൊക്കെ അങ്ങോട്ട് വെട്ടി എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ നാച്ചുറൽ ആസ്പെക്ട് ഓഫ് ദ ഹീലിംഗ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക, നിങ്ങൾ കഴിക്കുക. അപ്പോൾ അവരെ കഴിക്കാൻ. സ്റ്റെപ്പ് 4 എന്താണ്? ആവശ്യമില്ലാത്ത ചരക്കുകളൊക്കെ എടുത്ത് ഭാരം കുറയ്ക്കുക. ലൈറ്റ് ഇൻ ദ ലോഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വലിയ കൊടുങ്കാറ്റുകളായി അടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കപ്പിൽ നിന്ന് എടുത്ത് കളയാനുള്ള നല്ല അവസരമാണ്. ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിലെ ഇപ്പോൾ ഇന്ന് വലിയൊരു കൊടുങ്കാറ്റടിച്ചു പോട്ടെ, വലിയൊരു മെഡിക്കൽ റിപ്പോർട്ട് വന്നു, നമുക്ക് കൊടുങ്കാറ്റ്, ഭയങ്കര നിരാശയാണ്, ബുദ്ധിമുട്ടാണ്. ഇന്നലെ വരെ വലിയ കാര്യമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ഇന്ന് വിഷയമേ അല്ല, അല്ലേ?
ഇന്നലെ വരെ നമുക്ക് ഇതായിരുന്നു അതായിരുന്നു എന്ന് പറയുന്ന വിഷയമേ അല്ല. എന്ന് പറഞ്ഞാൽ അതെല്ലാം ഭാരമായിരുന്നു, അൺനെസസറി ബേർഡൻ ആൻഡ് ലോഡായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുങ്കാറ്റായി അടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു നല്ല അവസരമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കപ്പലിൽ നിന്ന് എടുത്ത് ദൂരെ കളയണം. ലൈറ്റ് ആൻഡ് ദ ലോഡ്. അതുകൊണ്ടാണല്ലോ പഴയ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ എപ്പോഴും ഉണ്ട്. ട്രെയിൻ യാത്ര ചെയ്തവർക്കറിയാം, അവിടെ എല്ലാം എഴുതിയിരിക്കും ലെസ് ലഗേജ് മോർ കംഫർട്ട്. എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് ലെസ് ലഗേജ് മോർ കംഫർട്ട്. നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ലെസ് ലഗേജ്. പ്രിയമുള്ളവർ, ഈ അനാവശ്യമായിട്ടുള്ള ഭാരങ്ങളെല്ലാം എടുത്ത്, അതിൽ തന്നെ തെറ്റൊന്നുമില്ലെങ്കിൽ ഇതൊക്കെ വെറും ഭാരങ്ങളാണ്. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖൻ പറയുന്നത് എന്താണ്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ഈ ഭാരങ്ങളൂടെ നമ്മൾ എടുത്തു. സ്റ്റെപ്പ് 4, ലൈറ്റ് ഇൻ ദ ലോഡ്. നമ്പർ 5 വളരെ ഇമ്പോർട്ടൻ്റ്. ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്നാണെന്നറിയാമോ? നമ്മുടെ തലമുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എണ്ണപ്പെട്ടിരിക്കുന്നു എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഒരു രോമം പോലും നഷ്ടപ്പെടത്തില്ലെന്ന് പൗലോസ് വളരെ ശക്തമായിട്ട് പറയാണ്. നിങ്ങളുടെ ഒരു രോമം പോലും. നിങ്ങൾ പേടിച്ചിരിക്കുന്നത് എന്താ? ജീവൻ പോകുന്നു. ജീവൻ പോയിട്ട് ഒരു രോമം പോലും പോകത്തില്ല. ദൈവവചനം എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ തലയിലെ എല്ലാ തലമുടികളും എണ്ണപ്പെട്ട, ഇറ്റ് ഈസ് നമ്പേർഡ് എന്നാണ്. നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാവുന്നവർക്കൊണ്ട് ഞാൻ പറയാം. നമ്പേർഡ് എന്നുള്ള പദവും കൗണ്ടഡ് എന്നുള്ള പദവും രണ്ടും രണ്ടാണ്. കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുടിയിൽ എത്ര തലമുടി ഉണ്ടെന്നുള്ളത് കർത്താവിന് അറിയാവുന്നതാണ് കൗണ്ടഡ് എന്ന്. ഓക്കെ, 1,30,000 അല്ലെങ്കിൽ 2,000 അത്രയും തലമുടി. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം, പക്ഷേ ആയിക്കോട്ടെ. നമ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇന്ന് രാവിലെ താഴെ വീണത് ഏതാണെന്നുള്ളത് ദൈവം തമ്പുരാൻ അറിയാവുന്നതാണ് നമ്പേർഡ്. മനസ്സിലായോ? ഹെയർ നമ്പർ 375 അതാണ് കർത്താവിൻ്റെ അറിയാവുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് രണ്ട് കണക്കാ. കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഉണ്ടെന്ന് അറിയാം. നമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഏതാ താഴെ പോയെന്ന് കർത്താവിന് അറിയാം. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇത്ര നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഉടയ. അതുകൊണ്ട് എന്താ പറയുന്നത്? നോ ദാറ്റ് ഗോഡ് ഹാസ് നമ്പേർഡ് യുവർ ഹെയർസ്. എന്നിട്ട് പൗലോസ് ഗ്യാരണ്ടി തരികയാണ്. അതുകൊണ്ടാണ് ധൈര്യത്തോട് പറയുന്നത്. എങ്ങനെയാ പറയുന്നത്? പൗലോസ് പറയുമ്പോൾ പറയുന്നത്, ഞാൻ സേവിച്ചു വരുന്നവനും എന്താണ് പറയുന്നത്? എന്നെ ഓൺ ചെയ്യുന്നവർ, എന്നെ ഓൺ ചെയ്യുന്ന എൻ്റെ ഉടയവൻ എന്നുള്ളതാണ് പറയുന്നത്. പൗലോസ് പറയുന്നത് എന്താ? എൻ്റെ ഉടയവൻ, എന്നെ ഓൺ ചെയ്യുന്നത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് കൊടുങ്കാറ്റടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാൻ ആരുടെ വകയാണെന്നുള്ളത്. അതിൽ ഉറപ്പില്ലെങ്കിൽ ഉറപ്പ് വരുത്തിക്കോ. കാൽവറി ക്രൂശിലൂടെ കർത്താവിൻ്റെ മകനാകുവാൻ, മകളാകുവാൻ ദൈവം എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തന്നു. മകനോ മകളോ ആയിട്ടുണ്ടെങ്കിൽ എന്നെ തൊടണമെങ്കിൽ അവൻ്റെ കരം അനുവദിക്കാതെ സാധിക്കത്തില്ല. എന്നെ തൊടണമെങ്കിൽ, ഒരു പനി അടിക്കണമെങ്കിൽ കർത്താവ് അനുവദിക്കാതെ സാധിക്കത്തില്ല. അപ്പോൾ കൊടുങ്കാറ്റടിക്കുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, എൻ്റെ ഉടയവൻ, എൻ്റെ ഉടയവൻ. അതുകൊണ്ടാണ് ദൈവമക്കൾ എപ്പോഴും ഈ പ്രത്യാശയോടെ നടക്കുന്നത്. എന്തും വന്നാൽ, കൊടുങ്കാറ്റിന് നടുവിൽ എല്ലാവരും പാറിപ്പടന്ന് കഴിക്കാതെ വിഷമിച്ചിരിക്കുമ്പോൾ പൗലോസ് അവിടെ ബുഫയാ, കഴിച്ച് നല്ല ശക്തനായിട്ട് ചിരിച്ചുകൊണ്ട് നിന്ന് തമാശയൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്താ, ഞാൻ മുമ്പേ പറഞ്ഞു നിങ്ങൾ കേട്ടില്ല, ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാമോ? നിങ്ങളൊന്ന് എഴുന്നേറ്റ് കഴിക്കാമോ? റോമിൽ പോയി ചാകാൻ പോകുന്ന പാർട്ടിയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കോണം കേട്ടോ. തല വെട്ടാൻ പോവാ പുള്ളിയുടെ. പക്ഷെ പുള്ളിയുടെ കാരണം എന്നാ? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ. അപ്പോൾ പ്രിയമുള്ളവരെ, ആ ഉറപ്പ് വേണം. ആ ഉറപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. 5 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ഹോപ്പ് ഇൻ ടൈംസ് ഓഫ് ഹോപ്പ്ലെസ്നെസ്. അവസാനം യൂലിയോസ് ഈ പ്രിസണേഴ്സ് എന്നിട്ട് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ കാരണമാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്. നിങ്ങൾ രക്ഷപ്പെടുന്നതിൻ്റെ ഒറ്റ കാരണമൊന്നുമില്ല. കാരണം എന്നാ? ഞാൻ കൈസറിന് മുമ്പ് നിൽക്കണം. ഞാൻ കൈസറിനോട് മുമ്പ് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെയും കൂടെ കർത്താവ് സ്പെയർ ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എൻ്റെ ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ, ഒരു സ്പിരിച്വൽ മർമ്മം. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളത് കൊണ്ടാണ് കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാത്തത് കേട്ടോ. ദൈവത്തിൻ്റെ ദയയാണ്, ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങളിൽ ചിലരൊക്കെ ചില സ്ഥലങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് കർത്താവ് ചിലതിനെ നശിപ്പിക്കാതിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കോണം. ചിലതൊക്കെ വെട്ടി മാറ്റാതെ, ചിലതൊക്കെ പരിപൂർണമായി നശിപ്പിക്കാതെ, ചില സഭകളൊക്കെ അടയ്ക്കാതെ, ചില കമ്മ്യൂണിറ്റീസ് ഒന്നും തകരപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം ചിലര്
പൗലോസിനെ പോലെ ആ സ്ഥലത്ത് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ മറ്റുള്ളവരുടെ മേന്മയൊന്നും കൊണ്ടല്ല. പൗലോസ് കപ്പലിലുള്ളത് കൊണ്ട് കപ്പൽ ഛേദം വന്നാലും പ്രാണൻ നഷ്ടപ്പെടാതെ കർത്താവ് അതിനെ കാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്ന, പ്രിയമുള്ളവരെ, ദർ ഇസ് ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ജീവിതത്തിൽ സകലം നഷ്ടപ്പെട്ടു. അങ്ങനെ ആരെങ്കിലും ഇന്ന് ചിന്തിച്ചിരിപ്പുണ്ടെങ്കിൽ കർത്താവിൻ്റെ സ്വന്തം എന്നുള്ള ഉറപ്പോടെ വേണം ഇവിടുന്ന് പോകാൻ. കർത്താവിൻ്റെ സ്വന്തമാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇനി എന്ത് ഛേദം വന്നാലും, ഇനി ഏത് കൊടുങ്കാറ്റടിച്ചാലും നമ്മുടെ രോമം പോലും നശിക്കാതെ കർത്താവ് നമ്മളെ കാക്കും എന്നുള്ള ഉറപ്പ്. പിന്നെ അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, പൗലോസിന് ഈ പ്രാവശ്യം കാക്കും, പക്ഷെങ്കിൽ ഒരു ദിവസം പൗലോസിന്റെ തല അവർ വെട്ടിമാറ്റും. ശരിയാണ്. കാരണം എന്നാ? ദൈവത്തിന്റെ അനുവാദം കൂടാതെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് നമ്മൾ മറക്കരുത്. സോ ദർ ഇസ് ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ്. ആ ഉറപ്പ്, പ്രിയമുള്ളവരെ, ഇന്ന് ആ പ്രത്യാശയോടെ നമുക്ക് പോകാം. ഒരു പക്ഷെങ്കിൽ 14 ദിവസമായി അല്ലെങ്കിൽ 14 മാസങ്ങളായി വെളിച്ചവും സൂര്യനും നക്ഷത്രങ്ങളും ഒന്നും കാണാതെ ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ആശ നഷ്ടപ്പെടരുത്. പൗലോസിന്റെ വാക്കുകളിൽ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ യഹോവയുടെ ദൂതൻ എന്നോട് കൽപ്പിച്ചത്, നീ ഭയപ്പെടരുത്, ഡു നോട്ട് ഫിയർ. എന്തുമാത്രം, എത്ര പ്രാവശ്യമാണ് ഡു നോട്ട് ഫിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ? നമുക്കെല്ലാവർക്കും അറിയാം, 365 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡു നോട്ട് ഫിയർ? എല്ലാ ദിവസവും കർത്താവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഭയപ്പെടരുത്. യോസേഫിനോട് കർത്താവിന് പറയാനുള്ളത് ഭയപ്പെടരുത്. ഇടയന്മാരോട് ദൈവത്തിന് പറയാനുള്ളത് ഭയപ്പെടരുത്. പേടിച്ച് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന യോശുവ, അയ്യോ ഈ 6 ലക്ഷം പേരെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടരുത് യോശുവേ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്റെ വായോടുകൂടി ഇരിക്കും. മോശെ, നീ ഭയപ്പെടരുത്. ഗിദെയോനെ, നീ വിറച്ചുകൊണ്ടിരിക്കുക, നിന്റെ മുട്ടിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഭയപ്പെടരുത്. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ. അതുകൊണ്ട് ഇന്ന് നമുക്കുള്ള വാക്ക്, കർത്താവ് നമ്മളോട് കൂടെ നിൽക്കും. നമ്മുടെ ഒരു രോമത്തെ തൊടണമെങ്കിൽ കർത്താവിൻ്റെ അനുവാദം വേണം. ഇതിൽ കൂടുതൽ വലിയ പ്രത്യാശ വേണോ? പിന്നെ ഒറ്റക്കാര്യം ഉറപ്പാക്കിയാൽ മതി, നമ്മൾ അവൻ്റെ വകയാണെന്നൊന്ന് ഉറപ്പാക്കിയാൽ മതി. നമ്മൾ അവൻ്റെ സ്വന്തമാണെന്നൊന്ന് ഉറപ്പാക്കിയാൽ മതി. ഞാൻ കർത്താവിൻ്റെ വകയാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യാതൊരു കൊടുങ്കാറ്റിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്നൊരു പക്ഷെങ്കിൽ ആശ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ദൂതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യാശയോടെ ഇവിടുന്ന് കടന്നു പോകണം. എത്ര വലിയ കപ്പൽ ഛേദമാണെങ്കിലും കർത്താവിന് അനുവാദം കൂടാതെ പ്രാണനെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല എന്നുള്ളത് നമ്മൾ ആ ഉറപ്പോടെ നമുക്ക് ഇന്നത്തെ സ്റ്റഡി അവസാനിപ്പിക്കാം. 2 കാര്യങ്ങളാണ് മെയിൻ തീംസ്. ഒന്ന്, ഡോണ്ട് തിങ്ക് ഓർ ഡോണ്ട് ട്രൈ ടു ബി പാർട്ട് ഓഫ് ദ മെജോറിറ്റി. ഭൂരിപക്ഷമാണ് എപ്പോഴും ശരി, അവരോടുകൂടെ ചേരുവാൻ വേണ്ടി നമുക്ക്. കാരണം മനുഷ്യ ഭയം ഒരു കെണിയാണ്. നമ്മൾക്ക് കർത്താവിൻ്റെ ദാസന്മാരാകണമെങ്കിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരാകുവാൻ സാധ്യമല്ല. അതാണ് ഒന്നാമത്തെ തീം. രണ്ടാമത്തെ തീം, എത്ര വലിയ കൊടുങ്കാറ്റയച്ചാലും ആശ നഷ്ടപ്പെടരുത്. കാരണം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ യഹോവ. അപ്പോൾ ആ ഉറപ്പോടെ നമുക്ക് ഇന്ന് ഇവിടുന്ന് പോകാം. വി ഡോണ്ട് വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദ മെജോറിറ്റി. ഇതിൻ്റെ രണ്ടിൻ്റെയും താക്കോൽ ഏതാണെന്നറിയാമോ? ഞാൻ തനിയെ നിൽക്കണമെങ്കിലും കൊടുങ്കാറ്റിൽ സമാധാനത്തോടെ നിൽക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെ താക്കോൽ എവിടെയാണ്? യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. അവിടാണ് ഇതിൻ്റെ താക്കോൽ കിടക്കുന്നത്. ഞാൻ ആരുടെ വകയാണ്, ഞാൻ ആരുടെ സ്വന്തമാണ് എന്നുള്ള ഉറപ്പിലാണ് ഈ 2 കാര്യങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ 5 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ഫൈൻഡിങ് ഹോപ്പ് ഇൻ ടൈംസ് ഓഫ് ഹോപ്പ്ലെസ്നെസ്. ആരോടെങ്കിലുമൊക്കെ ഇന്ന് ആരെങ്കിലും നമ്മുടെ സഹോദരങ്ങളൊക്കെ തകർന്നിരിക്കുകയാണെങ്കിൽ അവരെ ഒന്ന് ഫോൺ വിളിച്ചൊന്ന് എൻകറേജ് ചെയ്യണം. ക്രിസ്തു നിന്നോടുകൂടെ ഉണ്ട്, ഭയപ്പെടരുത്. ഇപ്പോൾ ഒരു കൊടുങ്കാറ്റായിരിക്കാം, ഇപ്പോൾ ഒരു ഇരുട്ടിൻ്റെ അനുഭവമായിരിക്കാം. ഡോണ്ട് വറി. ഒരു പകൽ വരുന്നുണ്ട്, സൂര്യൻ പ്രകാശിച്ചു തുടങ്ങും, പ്രാണന് ഹാനി വരത്തില്ല, കർത്താവ് നിങ്ങളെ കാക്കും എന്നുള്ളൊരു എൻകറേജ്മെൻറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് വേണം. ഒരു പക്ഷെങ്കിൽ ആരുടെ കൂടെങ്കിലും പോയി ഒരു കോഫി കുടിക്കണമെങ്കിൽ പോയി കോഫി കുടിക്കണം. അവരെ ഒന്ന് എൻകറേജ് ചെയ്യും. ഒരു കാപ്പിയൊക്കെ കുടിച്ച് അവരെ ഒന്ന് എൻകറേജ് ചെയ്യും. പറയണം അവരോട്, നമ്മുടെ ഒരു രോമത്തെ പോലും തൊടുവാൻ ആർക്കും സാധിക്കത്തില്ല കർത്താവിൻ്റെ അനുവാദം കൂടാതെ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രത്യാശയോടെ നമുക്ക് ഇവിടുന്ന് പോകാം. എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി വാഗമണ്ണ് പോകണം റിട്രീറ്റിന്. അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത്, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നും നാളെയും വാഗമണ്ണിൽ ഒരു റിട്രീറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് വരേണ്ടത്. നിങ്ങൾ എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പെരുമ്പാവൂരിലെ മീറ്റിങ്ങിനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി അനുഗ്രഹിച്ച് തന്നതിനായി സ്തോത്രം. പൗലോസിൻ്റെ ജീവിതത്തിലൂടെ
കർത്താവെ, ഇനി എത്ര വലിയ കൊടുങ്കാറ്റ് അയച്ചാലും ഞങ്ങൾക്കൊരു ഉടയവനുണ്ട് എന്നുള്ളത് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളുടെ ഉടയവൻ സകല സൃഷ്ടിക്കും ഉളവാകുവാൻ കാരണഭൂതനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നിന്റെ കൺട്രോളിലല്ലാത്ത ഒന്നുമില്ല. കാറ്റും കോളും നിന്റെ വാക്ക് അനുസരിക്കുന്നതാണ്. ഞങ്ങളത് കണ്ടിട്ടുണ്ടല്ലോ കർത്താവെ, ചരിത്രത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവെ, തനിയെ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വരുമ്പോൾ തനിയെ കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള കൃപ തരണേ. ഭൂരിപക്ഷത്തിൻ്റെ കൂടെ കൂടാനല്ല കർത്താവെ, തനിയെ നിൽക്കാനുള്ള കൃപ, പൗലോസിനെ പോലെ മാറി നിൽക്കാനുള്ള കൃപ. അത് മാത്രമല്ല, ചിലരെയൊക്കെ കർത്താവ് ഈ ജീവിതയാത്രയിൽ ഒന്ന് എൻകറേജ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആളുകളെ ഡിസ്കറേജ് ചെയ്യുന്നവരല്ല കർത്താവെ, മറിച്ച് അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും നിന്റെ വചനത്താലും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ വേരൂന്നി ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം.